അപ്പൊ ഗുളികയൊക്കെ കഴിക്കാനുള്ളതുകൊണ്ട് മമ്മി ചായ ഗുളികയും ചായ എല്ലാം മേളിലേക്ക് കെട്ടി വിടുവാണ്. എല്ലാവർക്കും നമസ്കാരം. എന്റെ ദൈവമേ, വല്ലാത്തൊരു ഇൻട്രോ ആയിരുന്നു. അപ്പൊ നമ്മൾ ഇന്ന് രാത്രിയിലാണ് വീഡിയോ എടുക്കുന്നത്. എന്നാന്ന് വെച്ചാൽ ഒരു സംഭവം ഉണ്ട്, അത് കാണിക്കാൻ വേണ്ടിയാണ്. അന്നക്കുട്ടീനെ അനക്കാൻ പറ്റുന്നില്ല. അന്നക്കുട്ടിക്ക് ഇന്ന് 1.5 വയസ്സിന്റെ വാക്സിനേഷൻ എടുത്തിട്ട് അവള് കാല് നിലത്ത് കുത്തുന്നില്ല, ഭയങ്കര വേദനയാണ്. അപ്പൊ എടുത്തോണ്ട് നടക്കുവാണ്. നടക്കുമ്പോഴേക്കും അവള് കാറി പൊളിക്കുക. അതുകൊണ്ട് എടുത്തോണ്ട് നടക്കുവാണ്. ഭയങ്കര തണുപ്പാട്ടോ ഇന്ന്. അതുകൊണ്ട് 2 പേരും തലയിൽ തൊപ്പിയൊക്കെ വെച്ച് സട്ടറൊക്കെ ഇട്ട് പുറത്തുകൂടെ നടക്കണം. പുറത്തുകൂടെ നടക്കാൻ ഒരു കാരണമുണ്ട്, കാണിച്ചു തരാം. അപ്പൊ ഒരാളിതാ മേളിൽ നിപ്പുണ്ട്, ഇതാണ്ട നിൽക്കുന്ന ലൈറ്റൊക്കെ അടിച്ച് കാണിക്കുന്നുണ്ട്. അപ്പം ഇതാ ലൈറ്റ് ഇട്ടോണ്ടിരിക്കുകയാണ്. പെരയുടെ അങ്ങേയറ്റം മുതൽ ഇവിടെ വരെ എത്തിയതേ ഉള്ളൂ. ഇനി ഇവിടെ ഫുള്ള് അപ്പുറം വരെ ഇടാനുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ പരിപാടിയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു 5 മണിയായപ്പോൾ തുടങ്ങിയതാണ്. ഇപ്പോൾ സമയം 7 മണിയായി. എന്തും തീർന്നിട്ടില്ല. ഇത് തീർത്തിട്ടേ ഇറങ്ങണമെന്നുള്ള വാശിയിൽ നിൽക്കുകയാണ്. അത് കത്തിച്ച് കാണണം, എന്നാലും അതിൻ്റെ ഒരു ഭംഗിയുള്ളൂ. അതെ, ഇത് ഇട്ടിട്ട് ഇറങ്ങി വാ. അപ്പം മമ്മി ഇവിടെ വൈകുന്നേരത്തെ ചായ നമ്മൾ കുടിച്ചിട്ടില്ല. ഇപ്പൊ ഇറങ്ങി വരും എന്ന് വിചാരിച്ചിരുന്നു. ലാസ്റ്റ് മടുത്തു. അപ്പൊ ഗുളികയൊക്കെ കഴിക്കാനുള്ളതുകൊണ്ട് മമ്മി ഗുളികയും ചായ എല്ലാം മേളിലേക്ക് കെട്ടി വിടുവാണ്. മമ്മി ചായ ഒരു ചോറ്റുപാത്രത്തിനുള്ളിൽ ഒരു ഗ്ലാസ്സിൽ ആക്കി കൊടുത്ത് ഇത് കെട്ടി മേളിലേക്ക് വിട്ടോണ്ടിരിക്കുകയാണ്. ഗുളിക പിന്നെ തരാട്ടോ, അത് ആദ്യം കുടിക്ക്. പതുക്കെ തുളുമ്പി വീണോ ചായ മൊത്തം പോകും. പിടിക്കല്ലേ, തട്ടല്ലേ, മുട്ടല്ലേ. ചായയും പഴം പുഴുങ്ങിയതോ മുകളിലേക്ക് പെരപ്പുറത്ത്. എത്തിപ്പോയി. അപ്പൊ അവിടെ നിന്ന് കുടിക്കാൻ, ഞങ്ങൾ ഇവിടെ ഇരുന്ന് കുടിക്കാം. അതെ. അപ്പൊ മമ്മി അതാ കയറിപ്പോയി. നല്ല തണുപ്പാട്ടോ, ഭയങ്കര തണുപ്പായിരുന്നു. എന്നറിയത്തില്ല, നല്ല കാറ്റുണ്ട്. അയ്യോ ആദ്യം ബേബിയുടെ കാലം തൊടല്ലേടാ. അപ്പൊ ശരി കേട്ടോ, കുടിക്കേ. എങ്ങനെ പറ? ബൈ, സീ യു. ഗുഡ് നൈറ്റ്. ദാണ്ടെ നമ്മുടെ ഇന്നലത്തെ പരിപാടി ഇന്ന് രാവിലെ അല്ല, ഇന്ന് വൈകുന്നേരം ആയപ്പോഴാണ് സംഭവം സെറ്റായി കഴിഞ്ഞത്. ഇന്നലെ ലൈറ്റ് മൊത്തം ഇട്ടായിരുന്നു, പക്ഷെ കണക്ഷൻ ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ലായിരുന്നു. കാരണം ഇന്നലെ തന്നെ തീർന്നപ്പോൾ ഇന്നലെ തീർന്നപ്പോൾ നമുക്ക് 10 മണിയായി, രാത്രി 10 മണിയായതുകൊണ്ട് പിന്നെ ഇന്നലെ അതുകൊണ്ട് നമ്മൾ ഇറങ്ങി വന്നിട്ട് വൈകുന്നേരം വീണ്ടും തുടങ്ങി. അതെ 2 മണിക്കൂറായി. ഇപ്പൊ നമ്മൾ ഇന്ന് ഭയങ്കര പണിയായിരുന്നു നമ്മളല്ലേ, ക്രിസ്മസ് റൊമാൻസ് വീട് മൊത്തം മറച്ചു വെക്കുമായിരുന്നു. ഇന്ന് ഭയങ്കര പണിയായിരുന്നു. രാവിലെ തുടങ്ങിയ പണി ഇതുവരെ തീർന്നിട്ടില്ല. എന്റെ സൗണ്ട് അവിടെ കിട്ടുമെന്ന് കിട്ടുമെന്ന് തോന്നുന്നു. അപ്പൊ നമ്മളിതാ ഇങ്ങനെ റെഡ്, ഗ്രീന്, ബ്ലൂ അങ്ങനെയാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ ഉണ്ട് ഫുൾ ഇങ്ങനെ. പിന്നെ നമ്മള് ഇവിടെ ഈ വശത്ത് ഫുള്ള് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതിന് തെളിച്ച് കഴിയുമ്പോഴാണ് ഇതിന്റെ ഭംഗി അറിയുള്ളൂ അല്ലേ. ഇപ്പൊ തെളിച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റത്തില്ല. രാത്രി ആയിട്ട് തെളിച്ച് കാണിച്ചു തരാം. കണക്ഷൻ കൊടുത്ത് കഴിഞ്ഞില്ല, അതും കൂടെ കഴിഞ്ഞിട്ട് വേണം തെളിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ വളരെ നാളത്തെ ഒരു ആഗ്രഹമാണ്. ഇത് എത്ര ബൾബ് ഉണ്ടെന്ന് പറയുന്നവർക്ക് ഒരു സമ്മാനം മൊത്തം അല്ലേ, ബൾബാണേ. ഈ മേളിലിട്ടിരിക്കുന്ന എത്ര ഉണ്ടെന്ന് നമുക്കറിയാം, കടക്കാർക്കൊക്കെ അറിയായിരിക്കും. പക്ഷെ മാലയുടെ എണ്ണം കണ്ടാലേ അറിയത്തുള്ളേ, പെട്ടെന്ന് മനസ്സിലാകത്തില്ലേ. അപ്പൊ ഇതൊരു ഗസ്സാണ്, ലക്ക് ഉള്ളവർക്ക് കിട്ടും. അപ്പൊ ഇനി നമ്മള് ലൈറ്റ് തെളിക്കുമ്പോ എന്തോ കമന്റ്. അപ്പൊ ഫുള്ള് പരിപാടി കഴിഞ്ഞിരിക്കുന്നു, ഫുള്ള് കണക്ഷനും കൊടുത്തിരിക്കുന്നു. ഇനി നേരെ ഓൺ ചെയ്യാൻ വേണ്ടി പോവാണ്. പവർപ്ലൊക്കെ നല്ല ഓൺ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ പ്രശ്നം ഉണ്ടാവുമെന്ന് സംശയമുണ്ട്. ചെറിയ സ്വിച്ചാണ് കൊടുക്കുന്നത്. അപ്പൊ ഇനി എന്തെങ്കിലും പ്രശ്നമാണ്, ഇതെല്ലാം ഒറ്റ ഇതിൽ കൊടുക്കാൻ പോകും. അപ്പൊ കത്തിക്കാൻ പോണം മൊത്തത്തില്, മൊത്തം കത്തിപ്പോയി. ഉയ്യോ, എന്റെ ലൈറ്റെല്ലാം കത്തിപ്പോയെങ്കിൽ മക്കളെ മാറുന്നോടാ അതിന്റെ അടുത്തുനിന്നൊക്കെ. അപ്പൊ ഇടാൻ പോണേ. ഇതാണ്ട് 2 എണ്ണങ്ങൾ ഇരിപ്പുണ്ട്. ആദ്യക്കുട്ടൻ എണീറ്റ് വന്നു. നല്ല തണുപ്പാണ്. ഇട്ടോ
അയ്യോ ഇച്ചായ ഒന്നും കത്തിയില്ല. അങ്ങനെ കത്താതിരിക്കല്ലോ, പകുതിയിൽ കത്തിക്ക് മൊത്തം കത്തുന്ന അറിയാം. ആട്ടി പോളി ഒരെണ്ണം പോലും മിസ്സായില്ലോ അല്ലേ? എല്ലാം കത്തിയില്ലേ? എല്ലാം വലയില്ലേ? കത്തി. ഇത് കഴിഞ്ഞിട്ട് കാണാമോ? കാണാം. അടിപൊളി. അതിനെടുത്ത് കാണിച്ച്, ബാബുവിന് രണ്ടിനെടുത്ത്, അന്നിനെടുത്ത്, മക്കളെ രണ്ടുപേരെടുത്ത്. നമ്മുടെ ലൈറ്റ് ഇടൽ കഴിഞ്ഞു കേട്ടോ. അതാണ് ഇത് കണ്ടോ, ഈ സൈഡ് തൊട്ട് മൊത്തം വെട്ടമായി. അങ്ങനെ സർവത്രാതി ലൈറ്റ്. ഇനി ആ താഴെ ഒരു മൂലയിൽ സത്യമാണ് ഇടാനുണ്ട്. അവിടെ ഇനി കേബിൾ ശരിക്കും ഇല്ല. ബൾബ് ഇരിപ്പുണ്ട്, ഇനി ഒരു 2 സെറ്റും കൂടി ഇനി ഇരിപ്പുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ ട്രീ ഒക്കെ കുഞ്ഞായി പോയല്ലടി. അതെ, വെട്ടമില്ല. ഇച്ചിരി രാത്രിയാണ് നല്ല ഭംഗിയാണെങ്കിൽ. ഇപ്പൊ സമയം ഇരുട്ടായിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് അതിൻ്റെ ഒരു വെളിച്ചക്കുറവ്. അതെ. ആദ്യക്കൂട്ടോ എങ്ങനെയുണ്ട്? ആദ്യക്കൂട്ടാ സൂപ്പറാണോ? പച്ചയാ ഭംഗി എന്ന് എനിക്ക് തോന്നിയായിരുന്നു. നീല നല്ലതാ, പച്ചയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. കൊള്ളാം, അടിപൊളിയല്ലേ? സെറ്റ്. ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അല്ല അതുകൂട്ടാ എല്ലാവരെയും വിളിച്ച് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങൾ ഇവിടെ തുടങ്ങുകയാണ്. നമുക്ക് വലിയ ആഘോഷമൊന്നുമില്ല, ഇതൊക്കെയാണ് നമ്മുടെ ആഘോഷം. ഇതൊക്കെ നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടി ഇട്ടതാണ്. ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ കുറേ ലൈറ്റ് ഇടണമെന്ന്. അപ്പോൾ അത് ലൈറ്റ് ഇട്ടിരിക്കുന്നു, ആഗ്രഹം പൂർത്തീകരിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഇങ്ങോട്ട് കയറി വരുവാണെങ്കിൽ നിങ്ങളെ കൂട്ടി ടാറ്റാ ബൈ പറയാം. ഇപ്പൊ കല്യാണ വീട് പോലെ. അതെ അതെ, ആദ്യക്കൂട്ടണ്ടേ ഇതുണ്ടോ ലൈറ്റ് ഇട്ട് വെച്ചേക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് ഈ ഒരു സൈഡ് മൊത്തം ഇട്ടേക്കാണ്. താഴെ ഉണ്ട്, അത് നേരത്തെ നമ്മൾ കാണിച്ചതാണ്. ഇനി ഇതിലേ അപ്പുറ സൈഡിലേക്കാണ്. കുറേ എന്താ പറയുക, 2 ദിവസത്തെ ശരിക്കും പണിയാണ് കേട്ടോ. ഒരു ദിവസം 5 മണിക്കൂർ പോണത്, ഒരു ദിവസം 2 മണിക്കൂർ. അങ്ങനെ 5 7 മണിക്കൂറേ പണിയെടുത്തുള്ളൂ. പക്ഷെ എന്നാലും 2 ദിവസത്തെ മെനക്കേട് വന്നു. ഇത് കണ്ടോ, ഇത് നല്ല എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനിയുണ്ട് ലൈറ്റ് ഇരിപ്പുണ്ട്, ആ സൈഡിലേക്ക് ഇടാനുണ്ട് കാര്യം പറഞ്ഞാൽ. അത് പിന്നെ ഇപ്പോൾ തൽക്കാലം വേണ്ടാന്ന് വെക്കുകയാണ്. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഇഷ്ടപ്പെട്ടോ? അപ്പോൾ എന്തായാലും നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ കേട്ടോ. അതുവരെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ടാറ്റാ, ബൈ ബൈ.